ഹലോ ജിൻഡോ ഒരു ന്യൂസ് കേൾക്കാമേ. ഇപ്പോൾ വരുന്ന ഒരു വാർത്തയാണ്. ബിഗ് ബോസ് താരം ജിൻഡോക്കെതിരെ മോഷണ കേസ്. ബോഡി ബിൽഡിംഗ് സെന്ററിൽ മോഷണം നടത്തിയതിനാണ് കേസ്. വിലപ്പെട്ട രേഖകളും 10,000 രൂപയും മോഷ്ടിച്ചെന്നാണ് പരാതി. വല്ല ആവശ്യം ഉണ്ടായിരുന്നു ബിഗ് ബോസ് ഇതിനെ പിടിച്ചിട്ട് ബിഗ് ബോസ് കൊണ്ടുവന്ന് ജനങ്ങൾ വോട്ടും കൊടുത്ത് ജയിപ്പിച്ച് ഇപ്പം എന്ത് വർഷം വന്നാലും ഇങ്ങേര് എന്ത് തെണ്ടിത്തരം കാണിച്ചു കൂട്ടിയാലും ആദ്യം വരുന്നത് ബിഗ് ബോസ് താരം ജിൻഡോ. ആ ഷോയ്ക്ക് പോലും ഇങ്ങേരെ ഒരുത്തൻ കാരണം നാണക്കേടായി. ഇതിൽ കൂടുതൽ ഇനി എന്തെങ്കിലും ബിഗ് ബോസിന് വരാനുണ്ടോ? എവിടെ നിന്ന് കിട്ടി ഇതിന്? ആദ്യം പെണ്ണ് കേസായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ബിഗ് ബോസിൽ അവസരം വാങ്ങിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് ആൾക്കാരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയെന്ന് പറഞ്ഞിട്ട് വേറൊരു കേസ്, അതിലും പീഡന കേസാണ്. അത് കഴിഞ്ഞപ്പോൾ ഇതായിരിക്കുന്നു മോഷണം. എല്ലാത്തിനും വരുന്നത് ബിഗ് ബോസ് താരം ജിൻഡോ. ജയിപ്പിച്ച് വിട്ട ജനങ്ങളെ പറഞ്ഞാൽ മതി, ഇതുപോലുള്ള ഒരെണ്ണത്തിനൊക്കെ എവിടെന്ന് തപ്പി കണ്ടുപിടിച്ചോ എന്തോ. എനിക്ക് വയ്യ. എവിടെ നോക്കിയാലും ഒന്നിക്ക് ഇങ്ങേരുടെ മോഷണ കേസ്, അല്ലെങ്കിൽ ഇങ്ങേരുടെ പീഡന കേസ്, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും. ആ ഷിജോ ചേട്ടനെ കൊണ്ടുപോയിട്ട് വെല്ലുവിളിച്ച് അങ്ങേര് കുറേ വോയിസൊക്കെ എടുത്ത് പുറത്തിട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങേരുടെ ആ വീട്ടുകാരുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. ഇങ്ങേരെ കൊണ്ടൊരു സമാധാനം ഇല്ലാത്ത രീതിയിലായിരിക്കും ഇപ്പോൾ ആ വീട്ടുകാർ നടക്കുന്നത്. ഇപ്പോഴത്തെ കേസെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങേരുടെ ജിമ്മും ബിൽഡിങ്ങൊക്കെ ലീസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ജിമ്മ് നടത്തുന്ന ആ ഓണർ ഉണ്ടല്ലോ, ആ ചേച്ചി ഇയാൾക്കെതിരെ എന്തോ പീഡന കേസ് എങ്ങാണ്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അതിൻ്റെ അകത്ത് കയറിയെന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. അതുമാത്രമല്ല, ഇങ്ങനെ പൊട്ടനാണോ? ആ ജിമ്മിൽ ക്യാമറ ഉണ്ട് എന്നുള്ള ബോധം ഇങ്ങേർക്കില്ലേ? മുഖവും കാണിച്ച് കയറി അങ്ങ് ചെന്ന് കൊടുത്തേക്കും അങ്ങേര്. അങ്ങനെയുള്ള ഇങ്ങേരെ പിന്നെ ഞാൻ എന്തുവാ വിളിക്കണ്ടേ? പാലാരിവട്ടം പോലീസാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. ജിൻഡോ ബിഗ് ബോസിലെ ഒരു താരമായിരുന്നു. താരമല്ല, തേങ്ങ അല്ല. പിന്നെ ഇതിൽ കൂടുതൽ എന്തോന്ന് പറയാനാ? എന്തായാലും കേസിൻ്റെ പിറകെ കേസ് വന്നുകൊണ്ടിരുന്നിട്ടും ഇങ്ങനെ പോലീസൊന്നും പിടിക്കുന്നില്ലേ? അതോ പിടിച്ചു കഴിഞ്ഞിട്ട് അപ്പം തന്നെ ജാമ്യത്തിൽ ഇറക്കി വിടുവാണോ? ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ജാമ്യത്തിൽ ഇറക്കി വിട്ടിട്ട് വല്ല കാര്യമുണ്ടോ? വീണ്ടും വീണ്ടും ഇതേ പ്രവൃത്തി തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ചോദിച്ചതാ. ആഴ്ചയിലോ അല്ലെങ്കിൽ മാസത്തിൽ ഇങ്ങനെയൊരു കേസ് ഉണ്ടാക്കിയില്ലെങ്കിൽ സമാധാനം കിട്ടത്തില്ല എന്ന് തോന്നുന്നു. കഷ്ടം. ശരി എന്നാ.